യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് കുരിശിൻ്റെ വഴിയിലെ 7ാം സ്ഥലത്തെക്കുറിച്ചാണ്. നമ്മളവിടെ കാണുന്നത് ഈശോ 2ാം പ്രാവശ്യം കുരിശോടുകൂടെ വീഴുന്ന രംഗമാണ്. ഈശോ 2ാം പ്രാവശ്യം വീഴുന്നു. പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ വഴിയിൽ ഈശോ പലപ്പോഴും വീണിട്ടുണ്ട്. 3 പ്രാവശ്യം വീണു എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ വളരെ പ്രതീകാത്മകമായിട്ടാണ്. ഈശോ ഒത്തിരി പ്രാവശ്യം വീണിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കാൽവരിയിലേക്കുള്ള യാത്രയിൽ, ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ഈശോ ഒത്തിരി പ്രാവശ്യം വീണിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴൊക്കെ വീണു പോകും. പ്രിയപ്പെട്ടവരെ, ചിലയിടങ്ങളിലൊക്കെ നമ്മൾ തോറ്റുപോകും, പരാജയപ്പെട്ടു പോകും. പക്ഷേ അവിടെയൊന്നും നമ്മൾ തളർന്നിരിക്കരുത്, വീണ്ടും എഴുന്നേൽക്കണം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചില പരീക്ഷയിൽ തോറ്റുപോകും, ചിലപ്പോൾ നമ്മൾ ചില കളികളിൽ തോറ്റുപോകും. മുതിർന്നവരെ സംബന്ധിച്ച് ജീവിതത്തിൽ ചില ജോലി മേഖല അല്ലെങ്കിൽ പ്രത്യേക ശുശ്രൂഷ മേഖലകൾ ചിലപ്പോഴൊക്കെ തോൽവികളൊക്കെ സംഭവിക്കാം, വീഴ്ചകളൊക്കെ സംഭവിക്കാം. പ്രിയപ്പെട്ടവരെ, അതിലൊന്നും തളരരുത്. നമുക്കറിയാം, ഈ പരാജയം, തോൽവി എന്ന് പറയുന്നതൊക്കെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ തളരാതെ നമ്മുടെ ഈ ജീവിതയാത്രയിൽ മുന്നോട്ട് നീങ്ങാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മൾ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിലും നമുക്ക് വീഴ്ചകൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ എത്ര തീരുമാനങ്ങൾ എടുത്താലും, ശക്തമായ പ്രതിജ്ഞകൾ എടുത്താലും നമ്മൾ പലപ്പോഴും പാപങ്ങളിൽ വീണു പോകാറുണ്ട്. എന്നെ പലപ്പോഴും സ്വാധീനിച്ചിട്ടുള്ളൊരു വാക്യമാണ് വിശുദ്ധ പാദ്രോപ്പിയോ പറഞ്ഞൊരു കാര്യം. എപ്പോഴെങ്കിലൊക്കെ വീണുപോയാൽ പോയി കുമ്പസാരിക്കണം. വീണെടുത്തുനിന്ന് എഴുന്നേറ്റ് കർത്താവിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് നടക്കുക ആത്മവിശ്വാസത്തോടെ. അതിനെ പറയുന്ന പേരാണ് കുമ്പസാരം എന്നാണ് ആ വിശുദ്ധൻ പറയുന്നത്. വിശുദ്ധ പാദ്രോപ്പിയോ പറയാണ്, വീണെടുത്തുനിന്ന് എഴുന്നേറ്റ് കർത്താവിൻ്റെ കരം പിടിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഒരുപക്ഷെ ആത്മീയ മേഖലയിൽ, ഭൗതിക മേഖലയൊക്കെ നീ വീണിട്ടുണ്ടാകാം, പരാജയപ്പെട്ടിട്ടുണ്ടാകാം, തോറ്റുപോയിട്ടുണ്ടാകാം. സാരമില്ല, ഇന്ന് തൊട്ട് നീ എഴുന്നേൽക്കുക, മുന്നോട്ട് നടക്കുക. വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ വന്നുപോയി തോൽവികളുടെ മേൽ, പരാജയങ്ങളുടെ മേൽ ഈശോയെ കരുണയായിരിക്കണമേ. മുന്നോട്ടുള്ള വഴിയിൽ ശക്തിയോടെ, ആത്മവിശ്വാസത്തോടെ നടന്നു നീങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതുള്ള വലിയ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.